കാഞ്ഞങ്ങാട്ടും വി.ഡി. സതീശനു വേണ്ടി ഫ്ലെക്സ് ബോർഡും അഭിവാദ്യങ്ങളും. കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ് പരിസരത്താണ് വി.ഡി. സതീശൻ അനുകൂലികൾ ഫ്ലെക്സ് ബോർഡ് ഉയർത്തിയത്. തൃക്കരിപ്പൂരിലും പരപ്പയിലും ഉൾപ്പെടെ വി.ഡി. സതീശനു വേണ്ടി പ്രവർത്തകർ തെരുവിലിറങ്ങി. വി.ഡി. സതീശനു വേണ്ടി തൃക്കരിപ്പൂരിലും കോൺഗ്രസ് പ്രകടനം. ആവേശമുദ്രാവാക്യമൊഴുക്കി 40ഓളം കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും പ്രകടനത്തിൽ പങ്കെടുത്തു. സംസ്ഥാന മുഖ്യമന്ത്രിയായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ തിരഞ്ഞെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് തൃക്കരിപ്പൂരിൽ ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും പ്രകടനം നടത്തിയത്. ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്ന് ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി സമാപിച്ചു. മുത്തേ മുത്തേ മണിമുത്തേ വി.ഡി. സതീശൻ നേതാവേ, അങ്ങേക്കായിരം അഭിവാദ്യങ്ങൾ, നിലപാടിന്റെ രാജകുമാര അഭിവാദ്യങ്ങൾ നേരുന്നു തുടങ്ങിയ മുദ്രാവാക്യങ്ങളുമായാണ് കോൺഗ്രസ് പ്രവർത്തകർ തൃക്കരിപ്പൂർ ടൗണിൽ പ്രകടനം നടത്തിയത്. തൃക്കരിപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളും മണ്ഡലം കോൺഗ്രസ് ഭാരവാഹികളും ഉൾപ്പെടെ 40ഓളം പ്രവർത്തകരാണ് പ്രകടനത്തിൽ അണിനിരന്നത്. സി ദാമോദരൻ, ഇ രാജേന്ദ്രൻ, പി.വി. അനിൽകുമാർ, രാജു മുട്ടത്ത്, ഫസലുൽ ഹക്ക്, യു.കെ. ഹരീശൻ, ജയരാജൻ പേക്കടം, കെ.എൻ.സി. ഇബ്രാഹിം, എം.പി. രാജേഷ്, എ.വി. പ്രഭാകരൻ, വി.പി.സി. ഇസ്മയിൽ, എൻ. സെയ്ത്തലവി എന്നിവർ നേതൃത്വം നൽകി. കാഞ്ഞങ്ങാടും വി.ഡി. സതീശന് വേണ്ടി ഫ്ലെക്സ് ബോർഡും അഭിവാദ്യങ്ങളും. കാഞ്ഞങ്ങാട് ബസ് സ്റ്റാൻഡ് പരിസരത്താണ് വി.ഡി. സതീശൻ അനുകൂലികൾ ഫ്ലെക്സ് ബോർഡ് ഉയർത്തിയത്. കേരളത്തിലെ ചരിത്ര വിജയത്തിന് ശേഷം കേരളത്തിലെ മുഖ്യമന്ത്രി ആരാകണമെന്നുള്ള ജനവികാരത്തിനൊപ്പമാണ് കാഞ്ഞങ്ങാട് ഇന്ന് നിൽക്കുന്നത്. നമ്മൾ ആർക്കും ഇതിലല്ല, എല്ലാ നേതാക്കന്മാരെയും ബഹുമാനിച്ചുകൊണ്ട്, ചെന്നിത്തലയും അതുപോലെ കെ.സി. വേണുഗോപാലിനൊക്കെ ബഹുമാനിച്ചുകൊണ്ട്, പക്ഷേ ഈ പട നയിച്ചത് ശ്രീ വി.ഡി. സതീശനാണ്. ഈ പടയിൽ ഈ യുദ്ധത്തിന് നേതൃത്വം കൊടുത്ത വി.ഡി. സതീശൻ തന്നെ വരണമെന്നുള്ളത് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. അത് നടപ്പിൽ വരുത്തണമെന്നാണ് ഞങ്ങളുടെ ഏക ആവശ്യം. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.